أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കുറച്ച് മുമ്പാണ് ഇതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ നിലവിലെ ഒരു സോഷ്യൽ കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. ഇങ്ങനെയും അൽഹംദുലില്ലാ ഒരു മെഡിക്കൽ കോളേജിലൊക്കെ ഉന്നതമായ പഠനങ്ങൾ നടത്തുന്ന MBBSന് വേണ്ടി പഠിക്കുന്ന നിങ്ങളൊക്കെ ഇതുപോലെ ഒരു മണിക്കൂർ സമയമെങ്കിലും ഇതിനു വേണ്ടി കണ്ടെത്തുന്നുണ്ടല്ലോ എന്ന വല്ലാത്തൊരു സന്തോഷം ശരിക്കുണ്ട്. കാരണം നമ്മളെന്ന ഒരു മുസ്ലിം യഥാർത്ഥ ദീനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സൊസൈറ്റിക്ക് ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങളാണ് കിട്ടുക. യാതൊന്നും തന്നെ നെഗറ്റീവായി ഒന്നും കിട്ടാനില്ല. ശരിയായ അർത്ഥത്തിൽ നോക്കിക്കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളടുന്ന് പോസിറ്റീവായി മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, ഈ സൊസൈറ്റിക്ക് വല്ലതും കിട്ടാനുള്ളൂ. ശരിക്കും അതിനെ നെഗറ്റീവ് ആംഗിളിലൂടെ കാണുന്നവർക്ക് ചിലതൊക്കെ നെഗറ്റീവായി ഫീൽ ചെയ്യുന്നു മാത്രം. നമ്മുടെ മതപരമായ ചില ഐഡൻറ്റിറ്റികളൊക്കെ ചില ആളുകൾക്ക് അത് നെഗറ്റീവായി ഫീൽ ചെയ്യുന്നത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം കൊണ്ട്. അല്ലെങ്കിൽ നോർമലി സത്യസന്ധമായി നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടിയിരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ ശരിയായ ദീനനുസരിച്ച് ജീവിക്കുന്നതിലൂടെ ഈ സൊസൈറ്റിക്ക് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ കിട്ടാനുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന എല്ലാ ഫാക്കൽറ്റീസും ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയുന്നത്. ഞാനും ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാലോ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുമൊക്കെ പഠിക്കുക എന്നത് മുൻഗാമികൾ സലഫുകൾ എന്ന് വെച്ചാൽ മുൻഗാമികൾ മനസ്സിലാക്കിയിരുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണെന്ന്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചരിത്രത്തിൽ ഇടയ്ക്കൊക്കെ ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രവും സ്വാഭാവികമായി തന്നെ കടന്നു വരും. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മുൻഗാമികളൊക്കെ എത്ര പ്രാധാന്യത്തോടു കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം മസ്റൂഖ് റഹിമഹുല്ലാ, അദ്ദേഹത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാചകം ഇങ്ങനെ കാണാൻ പറ്റും. അൻ മസ്റൂഖിൻ ഖാൽ ഹുബ്ബു അബീ ബക്രിൻ വ ഉമറ വ മഅരിഫത്തു ഫദ്ലിഹിമാ മിനസ് സുന്നഹ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും പഠിക്കാം. വ മഅരിഫത്തു ഫദ്ലിഹിമാ, അവരുടെ ഫദ്ലിനെ കുറിച്ച് അറിയുക എന്നതൊക്കെ മിനസ് സുന്നഹ്, അത് സുന്നത്തിൽപ്പെട്ടതാണ്. അത് വളരെയധികം പുണ്യകരമായ ഒരു കാര്യമാണ്. സലഫുകളിൽ നിന്ന് മറ്റൊരു വാചകം, ഖാല ബഅ്ദു സലഫ് ഹുബ്ബു അബീ ബക്രിൻ വ ഉമറ ഈമാനുൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും ഒക്കെ ഇഷ്ടം വെച്ച് പുലർത്തുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. വ ബഅ്ദുഹുമാ കുഫ്റുൻ, അവരെ വെറുക്കുക, അവരോട് കോപം വെച്ച് പുലർത്തുക എന്നത് അത് കുഫ്റിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, ഷിയാക്കളൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ അർഹിച്ച സ്ഥാനത്തല്ല കാണുന്നത് എന്ന് നമുക്കറിയാം. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ അഹ്ലു സുന്നയെ സംബന്ധിച്ചിടത്തോളം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും മഹാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അവരൊക്കെ ഇഷ്ടപ്പെടുക എന്നത് നമ്മുടെ ഈമാൻ്റെ ഭാഗമാണ്. നമ്മുടെ ഈമാൻ്റെ ഭാഗമാണ്. ബഅ്ദുഹുമാ കുഫ്റുൻ, അവരോട് എന്തെങ്കിലും അനിഷ്ടം വെച്ച് പുലർത്തുക അല്ലെങ്കിൽ അവരെ വെറുക്കുക എന്നത് കുഫറിൻ്റെ ഭാഗമാണ്. അത് കുഫറായി തീരുമെന്നതാണ്. മാത്രമല്ല, ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ മുൻഗാമികളുടെ കുറച്ച് വാചകങ്ങൾ പറയുന്നത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാന സലഫു, മുൻഗാമികളിൽപ്പെട്ട ആളുകൾ യുഅല്ലിമൂന ഔലാദഹും, അവരുടെ മക്കളെ പഠിപ്പിക്കുമായിരുന്നു. ഹുബ്ബ അബീ ബക്രിൻ വ ഉമറ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ഇഷ്ടം അവരുടെ മക്കളെ പഠിപ്പിക്കുമായിരുന്നു. എങ്ങനെ, എത്രത്തോളം പ്രാധാന്യത്തിൽ? കമാ യുഅല്ലിമൂന സൂറത മിനൽ ഖുർആൻ, അവർ തൻ്റെ മക്കളെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളൊക്കെ പഠിപ്പിക്കുമല്ലോ. ഏതൊരു ഉപ്പയും തൻ്റെ മക്കളെ അടിസ്ഥാനപരമായി അതൊക്കെ പഠിപ്പിക്കും. അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അവരോടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ തൻ്റെ മക്കളെ പഠിപ്പിക്കുമായിരുന്നു എന്നതാണ് മുൻഗാമികൾ. അപ്പം അത്ര പ്രാധാന്യം ശരിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ട് എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കാനുണ്ട്, പ്രത്യേകിച്ച് അവരുടെ ചരിത്രത്തിൽ നമ്മൾ ചില പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ. അതിന് മുന്നേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിസ്ഥാനപരമായ ചില വിവരങ്ങൾ പറയാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പേര് അബൂബക്കർ എന്നത് വെളിപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് അബ്ദുള്ള എന്നാണ്.
അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂബക്കർ. അത് തന്നെ നമ്മൾ പറയുമ്പോൾ സാധാരണ എല്ലായിടത്തും നമ്മൾ മലയാളത്തിലൊക്കെ എഴുതി ശീലിച്ചത് അബൂബക്കർ എന്നാണ് അല്ലേ. അങ്ങനെയല്ല, അറബിയിൽ അബൂ ബക്കർ എന്നാണ്. അബൂ ബക്കർ അത് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ എഴുതി അബൂ ബക്കറായി മാറി. ചില ഡോക്ടർമാരൊക്കെ നമ്മൾ ബക്കർ ഡോക്ടർ എന്നൊക്കെ വിളിക്കും. അത് ശരിക്കും അബൂ ബക്കർ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് അബ്ദുള്ള. പിന്നെ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂബക്കർ എന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് ഉസ്മാൻ എന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരാണ് നമുക്ക് കൂടുതൽ പരിചിതമായിട്ടുണ്ടാവുക. അബൂ ഖുഹാഫ. അബൂബക്കർ ഇബിൻ അബി ഖുഹാഫ എന്നതാണ് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഉപ്പയുടെ വിളിപ്പേര് അബൂ ഖുഹാഫ എന്നതാണ്. ശരിയായ പേര് ഉസ്മാൻ എന്നതാണ്. മാതാവ് സെൽമ എന്നതാണ്. അവരുടെ വിളിപ്പേര് ഉമ്മുൽ ഖൈർ എന്നതാണ്. അബൂബക്കർ അള്ളാഹിൻ്റെ ഉമ്മയുടെ പേര് ഉമ്മുൽ ഖൈർ, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ പേര് സെൽമ. അറബികൾക്കിടയിൽ ഒരു ശീലമുള്ള കാര്യമാണ് വിളിപ്പേര് വേറെ ഉണ്ടാവുക എന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് സുദ്ദീഖ്. അതെന്തുകൊണ്ടാണ് ആ സ്ഥാനപ്പേര് വന്നത് നമുക്കറിയാം. എന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു പിന്നെ സംസാരത്തിനിടയ്ക്ക് സൂചിപ്പിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് സുദ്ദീഖ് എന്നതാണ്. ഇതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില വിവരങ്ങൾ. അദ്ദേഹം ജനിക്കുന്നത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിനു ശേഷം 2 വർഷവും 6 മാസവും കഴിഞ്ഞാണ്. എന്ന് വെച്ചാൽ റസൂലിനേക്കാൾ ഏകദേശം 2.5 വയസ്സ് എൽഡറാണോ യങ്ങറാണോ? യങ്ങറാണ്, ഇളയതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലിനേക്കാൾ 2.5 വയസ്സ് ചെറുതാണ്, യങ്ങറാണ് റസൂൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതത്തെക്കുറിച്ച് നമുക്ക് പിന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. കാന റളിയല്ലാഹു അൻഹു അബ്യദ്, അദ്ദേഹം വെളുത്തവനായിരുന്നു. നഹീഫൻ, അദ്ദേഹം മെലിഞ്ഞവനായിരുന്നു. ഖഫീഫൽ ആരിദൈൻ, മെലിഞ്ഞെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നാണ് അല്ലേ. ഖഫീഫൽ ആരിദൈൻ, അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ എന്താ പറയുക കവിൾ തടങ്ങളൊക്കെ ഖഫീഫൽ ആരിദൈൻ, അത് വളരെ കട്ടി കുറഞ്ഞ, താടി രോമങ്ങളൊക്കെ വളരെ കട്ടി കുറഞ്ഞതായിരുന്നു. കവിൾ തടങ്ങളൊക്കെ വളരെ കട്ടി കുറഞ്ഞതായിരുന്നു. ലാ യസ്തംസികു ഇസാറുഹു അലാ ഹിഖ്വൈ, അദ്ദേഹത്തിൻ്റെ വസ്ത്രം അരയിൽ നിൽക്കൂലായിരുന്നു. എന്താ കാരണം? ലിഷിദ്ദത്തി നഹാഫതിഹി, അദ്ദേഹത്തിൻ്റെ അത്രയും മെലിഞ്ഞ ശരീരപ്രകൃതി കാരണം അരയിൽ എന്തില്ലായിരുന്നു, വസ്ത്രം നിൽക്കൂല. അത്രയും മെലിഞ്ഞ ആളായിരുന്നു പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖലീല ലഹ്മിൽ വജ്ഹി, മുഖത്ത് മാംസം, ലഹ്മ് വളരെ കുറഞ്ഞ, മുഖത്ത് വളരെ മാംസം കുറഞ്ഞ ആളായിരുന്നു. ആഇറൽ ഐനൈൻ, കണ്ണുകളൊക്കെ അല്പം ഉള്ളിലേക്ക് തള്ളിയ ശരീരപ്രകൃതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. നാത്തി അൽ ജബ്ഹ, അദ്ദേഹത്തിൻ്റെ നെറ്റി അല്പം തള്ളി നിൽക്കുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏതാനും ചില സവിശേഷതകളിലൂടെ കടന്നു പോകണം. അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാണ്. അതിനാണ് അത് പഠിക്കുന്നത്. ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്താണ്? ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ, പുരുഷൻ ആരാന്ന് ചോദിച്ചാൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനേക്കാൾ ശ്രേഷ്ഠതമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അഷ്റഫുൽ ഖൽഖായ ആ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷൻ ആരാന്ന് ചോദിച്ചാൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഏറ്റവും വലിയ പ്രത്യേകത അതല്ലേ. അയ്യുന്നാസി അഹബ്ബു ഇലൈക്, റസൂലിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അയ്യുന്നാസി അഹബ്ബു ഇലൈക്, റസൂലേ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരാണ്? ജനറലായിട്ട് ആ ക്വസ്റ്റ്യൻ ജനറലായിട്ട് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു ഖാല ആയിഷ, റസൂൽ സ്വന്തം ഭാര്യയായ പ്രിയതമയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. പക്ഷേ ഫഖുൽതു, അദ്ദേഹം ഈ ചോദിക്കുന്ന വ്യക്തി വീണ്ടും വളരെ സ്പെസിഫിക്കായി ചോദിക്കുകയാണ്. മിന റിജാൽ, പുരുഷന്മാരിൽ ആണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഫഖാൽ, അപ്പോൾ റസൂൽ പറയാണ് അബൂഹ, അവളുടെ ഉപ്പയെ. ആരാണ് ആയിഷയുടെ ഉപ്പ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുമ്മ മൻ, പിന്നെ ആരെയാണ്? ഖാല, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ്, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ മനസ്സിലായി എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ള പ്രാധാന്യം മനസ്സിലായില്ലേ? റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പേർ ആരാന്ന് ചോദിച്ചാൽ പുരുഷന്മാരിൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അതാണ് ഒന്നാമത്തെ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സ്വാഹിബ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഹിബ് എന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്ത്. സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്ത് വേണമെങ്കിൽ നമുക്ക് പോയതിനു ശേഷം തഫ്സീറൊക്കെ നോക്കാവുന്ന ആയത്താണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ താനിയ ഇത്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി
ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ വല്ലാഹു അസീസുൻ ഹകീം. ഇതാണ് സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്ത്. എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തെ പറയണം. ഏതാ ചരിത്രം? റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയില്ലേ? ഹിജ്റ പോയി മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ചരിത്രം കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, റസൂലിന്റെ ഹിജ്റയെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ അവിടെ അള്ളാഹു അവരെ സഹായിച്ച ചില കാര്യങ്ങൾ പറയും. ഇത് അഖ്റജഹുല്ലദീന കഫറു താനിയത്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. അവർ രണ്ടുപേർ അവർ എവിടെയാവുകയാണ്? ഗുഹയിൽ അകപ്പെടുകയാണ്. ഏതാണ് ആ ഗുഹയുടെ പേര്? ഗുഹയുടെ പേര് നമുക്കറിയാലോ. എന്താണ് ഇടയ്ക്കൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു എന്താണ് ഗുഹയുടെ പേര്? ഹിറാ ഗുഹ ഉണ്ട് അല്ലേ? പിന്നെ നമ്മുടെ വഹി ആരംഭിച്ച ഗുഹ. ഇതേതാ ഗുഹ? റസൂലും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഒളിച്ചിരുന്ന ഗുഹയില്ലേ? ഏതാ അറിയാം, നിങ്ങൾ പറയാനിട്ടാണ്. ആ സൗർ ഗുഹ. ആ സൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന സന്ദർഭത്തിൽ ഇദ് യഖൂലു ലിസാഹിബിഹി, അദ്ദേഹം പിന്നെ തൻ്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്. തൻ്റെ കൂട്ടുകാരനോട്, ആരാ കൂട്ടുകാരൻ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് ലാ തഹ്സൻ, സങ്കടപ്പെടണ്ട കേട്ടോ, ഇന്നല്ലാഹു മഅനാ, റബ്ബ് നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അബൂബക്കർ എന്ന് പറയുന്ന. കാരണം അബൂബക്കർ അള്ളാഹിനെ ചോദിക്കുന്നുണ്ട്. അബൂബക്കർ അള്ളാഹിനെ കൃത്യമായി ചോദിക്കുന്നത്, റസൂലേ ഇതാ നമ്മുടെ ഈ ഗുഹയുടെ തൊട്ടു മുകളിൽ ഇതാ ശത്രുക്കൾ എത്തിയിട്ടുണ്ട്, തൊട്ടു മുകളിൽ, അവരൊന്ന് താഴോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ കാണും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് ലാ തഹ്സൻ സ്വാഹിബിഹി ഇദ് യഖൂലു ലി സ്വാഹിബിഹി ലാ തഹ്സൻ, സങ്കടപ്പെടേണ്ട, ഇന്നല്ലാഹ മഅനാ, ആ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന കറക്റ്റായ കൃത്യമായ തവക്കുലിൻ്റെ ആ വിശ്വാസം ഉണ്ടല്ലോ, അത് റസൂൽ കൃത്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. പിന്നെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവർക്ക് അള്ളാഹു സകീനത്ത് ഇറക്കി കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, അള്ളാഹു കാണാത്ത സൈന്യത്തെ കൊണ്ട് അവരെ പിന്നെ അവർ കാണാത്ത സൈന്യത്തെ കൊണ്ട് അവരെ അള്ളാഹു സഹായിച്ചു. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ, ആ പിന്നെ കാഫിറുകളായ സത്യനിഷേധികളായ ആളുകളുടെ വാക്യത്തെ അള്ളാഹു താഴ്ത്തിക്കളഞ്ഞു. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാഹുവിന്റെ കലിമത്താണ് എപ്പോഴും ഉയർന്നു നിൽക്കുക. വല്ലാഹു അസീസുൻ ഹകീം, അള്ളാഹു യുക്തിമാനാണ്, അതുപോലെ പ്രതാപശാലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ആയത്ത് അവസാനിപ്പിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ സ്വാഹിബ്, റസൂലിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ഒരു കാര്യം, അദ്ദേഹം സത്യസന്ധനായിരുന്നു. ഈ ഒരു ക്വാളിറ്റി നമ്മളിലേക്ക് എടുത്തു വെക്കണം, ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് പ്രമാണങ്ങളോടാണ്, വ്യക്തികളോട് മാത്രമല്ല. നമുക്ക് വ്യക്തികളോട് നോർമലി ഒരു പക്ഷേ വിശ്വാസമില്ലാത്ത ആളുകൾക്കും ഒരു നോൺ മുസ്ലിമായ ആൾക്കും ഒക്കെ ഒരു പക്ഷേ എന്തുണ്ടാവും, പിന്നെ സത്യസന്ധത ഉണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല, അതൊക്കെ ഉണ്ടാവാം. പക്ഷേ പ്രമാണങ്ങളോട്, വിശുദ്ധ ഖുർആനിനോട്, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോട്, അതിനോട് സത്യസന്ധത ഉണ്ടാവുക എന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ആ സംഭവം നമുക്കറിയാം. എന്താ അദ്ദേഹത്തിന് സിദ്ദീഖ്, സത്യസന്ധന്റെ പേരിൽ തന്നെ ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവൻ അബൂബക്കർ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലും സിദ്ദീഖിന് പേര് വരികയാണ്. അള്ളാഹ് കൊടുത്തൊരു പദവിയാണത്. ആലോചിച്ചു, നമ്മളെ കുറിച്ചൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അയാൾ നോണല്ലാതെ പറയില്ല എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന വാക്കാണത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ക്വാളിറ്റി അത് എവിടുന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ആ സ്ഥാനപ്പേര് എവിടുന്നാണ് കിട്ടിയത്? ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ നമുക്കറിയാം, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ യാത്രയും മിഅ്റാജ് യാത്രയും നടത്തി, നമുക്കറിയാലോ അല്ലേ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോയി, അവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്ക് യാത്ര പോയി, അങ്ങനെ തിരിച്ചു വന്നു ഒരു രാത്രി കൊണ്ട്. ഒരു രാത്രിയുടെ, ഏത് കാലത്ത്? വിമാനങ്ങളുള്ള കാലത്തല്ല. അങ്ങനെയാണ് പിന്നെ അത്ര വലിയൊരു അത്ഭുതത്തിന് കാര്യമൊന്നുമില്ല. ഇന്നത്തെ ഒരു രാത്രി കൊണ്ട് പോയി അമേരിക്കയിലോ വേറെ എവിടെ പോയി വന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വലിയൊരു അത്ഭുതം തോന്നാനില്ല. ഇതൊന്നും ഇല്ലാത്ത, ഒരു ഹൈസ്പീഡ് കാറ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലെത്തി, അത് കഴിഞ്ഞ് ആകാശ ലോകത്തും പോയി തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ഫഖാലു, സത്യനിഷേധികൾ ചോദിക്കണം, ഹല്ലക ഫീ സ്വാഹിബിക്, അല്ല ഇപ്പൊ എങ്ങനെയുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായ സത്യനിഷേധികൾ വന്നുകൊണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിനെ കണ്ടിട്ടില്ല. റസൂലിങ്കിൽ നിന്ന് നേരിട്ട് ഈ ഇസ്രാഉം മിഅ്റാജും നടന്നത് റസൂൽ നേരിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. അതിനു മുന്നേ ശത്രുക്കൾ ചെന്ന് ചോദിക്കണം, ഹല്ലക ഫീ സ്വാഹിബിക്, അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് നിന്റെ കൂട്ടുകാരന്റെ വിഷയത്തിൽ? യസ്ഉമു അന്നഹു ഖദ് ഉസ്രിയ ബിഹി ലൈലത ഇലാ ബൈത്തുൽ മഖ്ദിസ് ثم رجع من ലൈലതിഹി. എന്താ ഇപ്പൊ നിന്റെ കൂട്ടുകാരൻ പറയുന്നറിയോ? എന്താ നിന്റെ റസൂൽ പറയുന്നറിയോ? ഒരൊറ്റ രാത്രി കൊണ്ട് അദ്ദേഹം ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയത്രേ.
ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്രേ, എന്നിട്ട് അതേ രാത്രി തന്നെ തിരിച്ചെത്തിയത്രേ. എത്ര അവിശ്വസനീയമായ കാര്യം! ഒരു മനുഷ്യനും ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിന്റെ കൂട്ടുകാരൻ ഇപ്പോൾ പറയുന്നത് എന്നത് ശത്രുക്കൾ ചെന്ന് അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അവിടെ ഫഖാല അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു പറയാണ് അഫഖാല ദാലിക്. ആ ചോദ്യമാണ് എപ്പോഴും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അഫഖാല ദാലിക്, എന്റെ റസൂൽ അങ്ങനെ പറഞ്ഞുവോ? എന്റെ റസൂൽ അങ്ങനെ പറഞ്ഞുവോ? ഖാലു നഅം, അതെ നിന്റെ റസൂൽ അങ്ങനെ പറയുന്നുണ്ട്. ഫഖാല അബൂബക്കറിൻ, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞ മറുപടിയാണ് പ്രമാണങ്ങളുടെ മുന്നിൽ. ഖുർആനിൽ ഒരു കാര്യമുണ്ട് എന്ന് കേട്ടാൽ, ഹദീസുകളിൽ സ്വഹീഹായ ഹദീസിൽ ഒരു കാര്യമുണ്ട് എന്ന് കേട്ടാൽ ഈ മറുപടിയാണ് ഒരു മുസൽമാന്റെ മനസ്സിൽ നിന്ന് വരേണ്ടത്, ഒരു മുസൽമാന്റെ നാവിൽ നിന്ന് വരേണ്ടത്. അല്ലാതെ അതിപ്പോ ശരിയാവോ എന്നുള്ള ചിന്ത. എന്താ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത്? ഫഇന്നി അശ്ഹദു ഇൻ കാന ഖാല ദാലിക് ലഖദ് സദഖ. റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് സത്യമായിരിക്കും. പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാനുള്ള കാരണം എന്താ? റസൂൽ പറഞ്ഞു എന്നുള്ളത് നേർക്കുനേരെ അബൂബക്കർ റളിയല്ലാഹു കേട്ടിട്ടില്ല. അപ്പോൾ റസൂലിന്റെ അടുത്ത് എത്തുന്നേ ഉള്ളൂ. അതിനു മുന്നേ പറയാണ് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. ഫഖാലു, അവര് ആശ്ചര്യത്തോടുകൂടി ഒന്നുകൂടി ചോദിക്കുകയാണ്, അതുസദ്ദഖഹു ബിഅന്നഹു ജാഅ അശ്ശാമ ഫീ ലൈലത്തിൻ വാഹിദ വറജഅ ഖബ്ല അൻ യുസ്ബിഹ. അല്ല, ഒരു രാത്രി കൊണ്ട് ശാമിൽ പോയി പിറ്റേന്ന് പുലർച്ചെയാവുമ്പോഴേക്ക് തിരിച്ചു വന്നു എന്നത് നീ വിശ്വസിക്കുകയാണോ? ഖാല അബൂബക്കർ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു മറുപടി നഅം, അതെ. ഇന്നി ഉസദ്ദിഖുഹു ബിഅബ്അദ മിൻ ദാലിക്, ഞാൻ അതിനേക്കാൾ വിദൂരമായ, അതിനേക്കാൾ അവിശ്വസനീയമെന്ന് പറയാവുന്ന പലതും ആ റസൂൽ പറഞ്ഞതിനെ സത്യപ്പെടുത്തിയവനാണ് ഞാൻ. ഉസദ്ദിഖുഹു ബിഖബരി സമായി ബുക്റതൻ വഅശിയ, ആകാശ ലോകത്തിൽ നിന്ന് റബ്ബിന്റെ വഹി രാവിലെയും വൈകുന്നേരവും ഇറങ്ങുന്നതിനെ സത്യപ്പെടുത്തുന്നവനാണ് ഞാൻ. പിന്നെയാണോ ഈ വിഷയം? പിന്നെയാണോ ഈ വിഷയം? ഫലിദാലിക സുമയ്യ അബൂബക്കറിൻ ബിസ്സിദ്ദീഖ്. അപ്പോഴാണ്, ആ സന്ദർഭത്തിലാണ് ആ അബൂബക്കർ റളിയല്ലാഹു സിദ്ദീഖ് എന്ന പേര് വിളിക്കപ്പെട്ടതെന്നാണ്. ആലോചിച്ച്, ഇതാണ് നമ്മുടെ നിലപാട്. റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, ഹദീസിൽ വന്നിട്ടുണ്ടോ, ഖുർആനിൽ വന്നിട്ടുണ്ടോ, പിന്നെ അതിലൊരു റീതിങ്ങിന് നമുക്ക് വകുപ്പില്ല, നമ്മുടെ യുക്തിക്ക് അവിടെ ഒരു വകുപ്പില്ല. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു നിലപാടാണ് അദ്ദേഹം സത്യസന്ധനാണ്, അദ്ദേഹം സിദ്ദീഖാണ് എന്ന ഈ വിഷയത്തിൽ നമ്മൾ എടുത്തു വെക്കേണ്ടത്. പലപ്പോഴും എന്ന് വെച്ചാൽ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറഞ്ഞ കാര്യങ്ങളും ഒരൊറ്റ ആലോചനയ്ക്ക് നമുക്ക് വകുപ്പുണ്ട്. അതേത് ആലോചന? റസൂൽ പറഞ്ഞിട്ടുണ്ടോ, ആ ഹദീസ് സ്വഹീഹാണോ, അത് വിശുദ്ധ ഖുർആനിലുള്ള ആയത്താണോ, അതിന്റെ വിശദീകരണം ഇങ്ങനെ തന്നെയാണോ എന്നത് ഉറപ്പിക്കാൻ നമുക്കൊരു ആലോചനയാവാം, അതിനൊരു പഠനമാകാം. അത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആലോചനയ്ക്ക് വകുപ്പില്ല. അത് സ്വീകരിക്കണോ, ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ ആൾക്കാരോടൊക്കെ പറയുന്നത് ഇസ്ലാമിൽ ഉണ്ടല്ലോ, ഞാനിപ്പോൾ അതെങ്ങനെ സ്വീകരിക്കുക എന്നിടത്ത് നമുക്ക് മനസ്സങ്ങോട്ട് ഉറക്കണില്ലെങ്കിൽ അതൊക്കെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് മാറിപ്പോണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു സിദ്ദീഖ് എന്ന് പേര് കിട്ടിയത്, അതുകൊണ്ടാണ് പേര് കിട്ടിയത്. അപ്പോൾ നമുക്കും എന്ത് ചെയ്യണം? പ്രമാണങ്ങളുടെ മുന്നിൽ സിദ്ദീഖാവണം നമ്മൾ. നമുക്ക് സത്യസന്ധത വേണം. അല്ലാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടുന്ന് അനങ്ങരുത്. ആര് വന്ന് എത്ര അവിശ്വസനീയമായ, എത്ര അത്ഭുതം നിറഞ്ഞ കടൽ രണ്ടായി പിളർന്നു എന്നത് അത്ഭുതമാണ്. പക്ഷെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിലുണ്ട്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലുണ്ട്. തീ തണുപ്പായി, ചൂടുള്ള തീ തണുപ്പായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം നമ്മൾ. വിശുദ്ധ ഖുർആനിൽ ഉള്ളതാണ്, വിശ്വസിക്കണം നമ്മൾ. ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടായി, വിശ്വസിക്കണം നമ്മൾ. അതൊക്കെ വിശുദ്ധ ഖുർആനിലും ഹദീസുകളും വന്ന കാര്യം. അവിടെ പിന്നെ ഒരാലോചനക്ക് പോകാൻ നിൽക്കരുത് എന്നതാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ട കാര്യം. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി അദ്ദേഹത്തിൽ നമ്മൾ പഠിക്കേണ്ട എന്താ അറിയോ? നാലാമത്തെ ക്വാളിറ്റി അദ്ദേഹത്തിൽ പഠിക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ ക്ലാസ് എങ്ങനെ പോകാമെന്ന് എനിക്കറിയില്ല, ഒന്ന് എണീറ്റ് എന്നാൽ പ്രയാസമാവോ? പ്ലീസ് സ്റ്റാൻഡ്. നമ്മൾ മാഷായതുകൊണ്ട് ഇടയ്ക്ക് അങ്ങനെയൊക്കെയാണ് കുട്ടികളെ എണീപ്പിച്ചിട്ടുള്ള പണി. പിന്നെ ബുക്ക് എടുക്കിയെന്ന് പറയും, ഒന്ന് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണൊക്കെ പറയും, പിന്നെ ഒരു ഹാൻഡ്സ് അപ്പ് ഒക്കെ പറയും. അതൊക്കെ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, പ്ലീസ് ഇല്ല. അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ഒരു കാര്യം നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി, അദ്ദേഹം ഒരു അപാര പ്രബോധകനായിരുന്നു, ദാഹിയായിരുന്നു. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താ പറയുക? അദ്ദേഹം ഏറ്റവും വലിയൊരു പ്രബോധകനാണ്. അശ്റത്തുൽ മുബശ്ശിരീൻ. ആരാണ് അശ്റത്തുൽ മുബശ്ശിരീൻ നമ്മൾ വിളിക്കുന്ന 10 പേര് ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ ഇവർ സ്വർഗത്തിലാണ്. ഇന്ന 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 10 പേർ സ്വർഗത്തിലാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് നേർക്കുനേരെ സ്വർഗമുണ്ട് എന്ന് ഉറപ്പ് കിട്ടിയവർ, റസൂൽ പറഞ്ഞ ആൾക്കാരാണ് 10 ആൾക്കാർ, അശ്റത്തുൽ മുബശ്ശിരീൻ. ആരൊക്കെയാണ് 10 ആളുകൾ? 4 ആൾക്കാർ നമുക്ക് എല്ലാ ആൾക്കാരും അല്ലേ? അത് 4 ഖലീഫമാരാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും. ആ 4 പേരാണ്.
പിന്നെയുള്ള 6 പേരെ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം, പഠിക്കണം നമ്മൾ. കാരണം ചരിത്രത്തിൽ അത്രമേർ പ്രാധാന്യമുള്ള പേരുകളാണ്. ഒന്ന് തൊൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുറഹ്മാൻ ഇബ്ൻ ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു. ഈ 10 പേരാണ് അള്ളാഹിന്റെ റസൂലിന്റെ നാവ് കൊണ്ട്, തിരുനാവ് കൊണ്ട് നേർക്കുനേരെ സ്വർഗമുണ്ട് എന്ന് പിന്നെ മനസ്സിലാക്കിയ ആൾക്കാർ. മനസ്സിലായോ? ഈ 10 പേരിലെ 6 പേരും ആലോചിക്കുക, അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്ന സഹാബികളിൽ ആ 10 പേരിൽ 6 പേരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനം വഴിയാണ് ദീൻ സ്വീകരിച്ചത്, ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഈ 10ൽ 6 പേര്, ബാക്കി ഒരാൾ അബൂബക്കർ റളിയല്ലാഹു, ഇനി ബാക്കി 3 ആൾക്കാരാണ്. ആ 3 പേർ ഒഴിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധന കാരണത്താലാണ് ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്നതെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. ആരൊക്കെയാണ് 6 ആളുകൾ? ഈ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ പ്രബോധനത്തിലൂടെ കടന്നു വന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവരെല്ലാവരും അബൂബക്കർ റളിയല്ലാഹു ദീന് പറഞ്ഞു കൊടുത്തതിന്റെ കാരണത്താലാണ്, ആ നിമിത്തം കൊണ്ടാണ് ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പോരെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആഖിറം ഉഷാറാവാൻ അത് പോരെ? ഇത്രയും പ്രധാനപ്പെട്ട സ്വഹാബത്തൊക്കെ കടന്നു വന്നത് ആ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പ്രബോധനത്തിലൂടെയാണ്. ഇപ്പൊ നമ്മളതിന് മനസ്സിലാക്കേണ്ട പാടെന്തായാലും, നമ്മളൊക്കെ എത്രത്തോളം പ്രബോധന രംഗത്തുണ്ട്. നമ്മളൊരാൾക്ക് ദീന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ഒരു പെരുമാറ്റം, നമ്മളൊരു മുസ്ലിം ആയതിൻ്റെ പേരിൽ നമ്മുടെ പെരുമാറ്റം കണ്ടും നമ്മുടെ വാക്കുകളിൽ നിന്നും നമ്മുടെ ഒരു ഇടപെടലിൽ നിന്നും നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിന്നൊക്കെ എത്ര ആൾക്കാർ ദീന് പഠിക്കുന്നുണ്ട്, എത്ര ആൾ ദീനിലേക്ക് വരുന്നുണ്ട് എന്നതൊക്കെ ഒന്ന് ചിന്തിക്കാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ക്വാളിറ്റി പ്രചോദനമാണ്. മറ്റൊന്നും തരും. 5ാമത്തെ ഒരു കാര്യം, ധാരാളം അടിമകളെ മോചിപ്പിച്ച ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതിൽ തന്നെ വളരെ പ്രമുഖരായ ബിലാൽ ഇബ്നു റബാഹ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയേണ്ടതില്ല അല്ലേ? ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം അറിയാത്ത ആരുമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ യജമാനിൽ നിന്ന് മോചിപ്പിക്കുന്നത്, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രമേൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ച് ഇസ്ലാമിൽ ആദ്യത്തെ മുഅദ്ദിനായി അറിയപ്പെടുന്ന അത്രമേൽ മധുര മനോഹരമായ ബാങ്ക് വിളിക്കുടമയായ, ശബ്ദത്തിനുടമയായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. മറ്റൊരു പ്രത്യേകത എന്താ പറയുക? മറ്റൊരു സഹാബി ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന പിന്നെ അടിമയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്താ ആമിർ റളിയല്ലാഹുവിന്റെ പ്രത്യേകത അറിയോ? അദ്ദേഹം ഈ തൗർ ഗുഹയിൽ, റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹു തൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത് പിന്നെ ഈ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനന്റെ ആടുകളെ അവർ രണ്ടുപേരും നടന്നു പോയ വഴിയിലൂടെ ഇങ്ങനെ മേച്ചു കൊണ്ടുപോകും. എന്തിനാ? അവരുടെ കാൽപ്പാടുകൾ മായ്ക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹുവിന്റെയും കാൽപ്പാടുകൾ മായ്ക്കാൻ. മാത്രമല്ല ഈ ആടുകളെ കറന്നുകൊണ്ട് അവർക്ക് എന്ത് കൊടുക്കും? പിന്നെ പാല് കൊടുക്കും. ആമിർ അത്രമേൽ വലിയ, ചരിത്രത്തിൽ വലിയ പിന്നെ ദൗത്യം നിർവഹിച്ച ആളാണ് ആമിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്രമേൽ വലിയ പുണ്യം. ഇനി അതിനേക്കാൾ വലിയൊരു പുണ്യമാണ് ആറാമത്തെ കാര്യം, നന്മയിൽ മുന്നേറുക എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹുവിനെ നമ്മൾ മാതൃകയാക്കേണ്ടത്. നമുക്കൊരു ഹദീസ്, നമുക്ക് പരിചയമുള്ള ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമാ, ഇന്നത്തെ ദിവസം ആരാണ് ഒരു നോമ്പുകാരനായിട്ടുള്ളത്? റസൂൽ സദസ്സിൽ ചോദിക്കുകയാണ്, പിന്നെ മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ, ഇന്നത്തെ ദിവസം ആരാണ് ഒരു സ്വാഇമായി, ഒരു നോമ്പുകാരനായി ഉള്ളത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു എണീറ്റ് പറഞ്ഞു, അന, ഞാൻ റസൂലേ. ഖാല ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഒന്നായിട്ടോ, ഒന്ന് സ്വാഇമാണ് അദ്ദേഹം, രണ്ടാമത്തെ അതേ ദിവസം തന്നെ. ഖാല ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നത്തെ ദിവസം ഒരു മരണപ്പെട്ട വ്യക്തിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ജനാസയെ അനുഗമിച്ച് ആ വലിയ പുണ്യം നേടിയെടുത്തവൻ ആരാണുള്ളത്? ഞാനുണ്ട് റസൂലേ. ഖാല അബൂബക്കർ അന, ഞാനുണ്ട് റസൂലേ. ഖാല, വീണ്ടും റസൂൽ ചോദിക്കാണ്, ഫമൻ അത്അമൽ മിൻകുമുൽ യൗമ മിസ്കീന, ആരാണ് ഇന്നത്തെ ദിവസം ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തവൻ? റസൂൽ ചോദിക്കാണ്. അപ്പോഴും ഖാല അബൂബക്കർ അന, റസൂലേ ഞാനുണ്ട്. ഖാല ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, ഇന്നത്തെ ദിവസം ഒരു രോഗിയെ സന്ദർശിച്ചവൻ ആരുണ്ട്? ഖാല അബൂബക്കർ അന, ഞാനുണ്ട് റസൂലേ. 4 ക്വാളിറ്റി, വളരെ പ്രധാനപ്പെട്ട 4 പുണ്യങ്ങൾ എടുത്തു പറയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ പറയാണ്, മജ്തമഅന്ന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഇത് 4ഉം ഒരാളിൽ ഒരു ദിവസം ഒത്തു വന്നു കഴിഞ്ഞാൽ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല.
മനസ്സിലായോ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നോക്കൂ, ഒരൊറ്റ ദിവസം എന്തൊക്കെയാണ്? ഒന്ന് നോമ്പ്, സുന്നത്തായ നോമ്പ്. രണ്ടാമത്തെ കാര്യം മയ്യത്തിനെ പിന്തുടർന്നു, ജനാസയിൽ പങ്കെടുത്തു. മൂന്നാമത്തെ കാര്യം പിന്നെ ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുത്തു. നാലാമത്തെ കാര്യം പിന്നെ രോഗിയെ സന്ദർശിച്ചു. ഈ 4 കാര്യം ഒറ്റ ദിവസം ഒരാളിൽ യോജിച്ചു വന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, ഒരു ജനാസ എങ്ങനെയെങ്കിലുമൊക്കെ പങ്കെടുക്കാൻ അവസരമുണ്ടോ? മയ്യിത്ത് നിസ്കാരത്തിലേ എങ്ങനെയെങ്കിലുമൊക്കെ പങ്കെടുക്കാൻ അവസരമില്ല, പെട്ടെന്ന് പങ്കെടുക്കാം. അന്നത്തെ ദിവസം തന്നെ ഒരു രോഗിയെ സന്ദർശിക്കാൻ നോക്കുക. അന്ന് തന്നെ ആർക്കെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണത്തിന് പൈസ എന്തെങ്കിലും കൊടുക്കുക. പിന്നെ എന്തെങ്കിലും മറ്റൊരു കാര്യം പിന്നെ നോമ്പ്, സുന്നത്തായ നോമ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ 4 കൂടെ ഒത്തു വന്നാണല്ലോ ഇല്ലാതെ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതെ ഇരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാരോ, നമുക്കിനി ഒരു ദിവസത്തിൽ പറ്റിയില്ലെങ്കിലും ഇത്രയും വലിയ പുണ്യകർമ്മം ആ അബൂബക്കർ റളിയല്ലാഹു ഒറ്റ ദിവസം ചെയ്ത്, ഒരു ദിവസത്തിൽ അതൊക്കെ വന്നത്. നമുക്കൊരാഴ്ചയിലെങ്കിലും ഇതൊക്കെ നമ്മൾ ഒത്തുകൂടണ്ടേ? ഞാൻ എന്നോടാ ചോദിക്കണത്, ഒരാഴ്ചയിലോ ഒരു മാസത്തിലോ ഒക്കെ നമുക്ക് ഈ 4 കാര്യം നമ്മൾ ഒത്തുകൂടലുണ്ടോ? ഒരു മാസത്തിൽ ഒരു വട്ടെങ്കിലും സുന്നത്ത് നോമ്പ്, രോഗിയെ സന്ദർശിക്കുക, ജനാസയെ പിന്തുടരുക, പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക. ഇതൊരാഴ്ചയിലോ ഒരു മാസത്തിലെങ്കിലൊക്കെ നമ്മുടെ ഉള്ളിൽ അതൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. 7ാമത്തെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നേതൃത്വം ഏൽപ്പിച്ച വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ, റസൂൽ വഫാത്തായതിനു ശേഷം കൂടി ആലോചിച്ചുണ്ടാക്കിയല്ല, റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്കറിയില്ലേ, അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് പള്ളിയിലേക്ക് എത്താൻ കഴിയാത്ത രൂപത്തിൽ അവശനായി, ബോധരഹിതനായി. ആ സംഭവമൊക്കെ നമുക്കറിയാം. ആ ഘട്ടത്തിൽ ആരെയാണ് ഇമാമത്തെ ഏൽപ്പിച്ചത്? ആരോടാ ഇമാമ നിൽക്കാൻ പറഞ്ഞത്? ആരോടാ? ഇടയ്ക്ക് നമ്മളൊന്നും ചിന്തിച്ചില്ലെങ്കിൽ ഞാൻ ചിന്തിച്ച് പറയാനുള്ളൂ, നിങ്ങളൊന്ന് ചിന്തിച്ചാലേ നിങ്ങളെ പറയുന്നവർക്കാവുള്ളല്ലോ. ആരോടാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൽപ്പിക്കുകയാണ് ജനങ്ങൾക്ക് ഇമാമായി. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കുറേ പാഠങ്ങൾ. ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു നേതൃത്വ ഗുണവും കാര്യം. മറ്റൊന്ന് എന്താ അറിയോ, ആ അവശനായിരിക്കുന്ന ഘട്ടത്തിലാണ് റസൂല് ആ ജമാഅത്തിന് മറ്റൊരാളെ ഇമാമ നിർത്തുന്നത്. നമ്മളോ, ഞാനും നിങ്ങളൊക്കെ എങ്ങനെ? ഞാനിപ്പോൾ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളോട് പറയല്ലോ കേട്ടോ, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു പോകണം. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ തലവേദന വന്നാൽ, ചെറിയ പ്രയാസം വന്നാൽ ആൺകുട്ടികളോട് ഞാൻ പറഞ്ഞു, ബോയ്സിനോടോ പറഞ്ഞു, നമ്മളൊക്കെ ചെറിയ കാരണങ്ങൾ ജമാഅത്ത് ഒഴിവാക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹും റസൂലുമൊക്കെ ആ ജമാഅത്തിനെ എങ്ങനെ കണ്ടത്? സ്ത്രീകൾക്ക് ആ ജമാഅത്ത് നിർബന്ധമില്ലല്ലോ, നമുക്കറിയാം. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് അനിവാര്യമായി ഒരു കണിശ രൂപത്തിൽ നമ്മൾ കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമാണ് ജമാഅത്ത് നിസ്കാരം എന്നുള്ളത്. കഴിയുന്ന ഘട്ടങ്ങളിലൊക്കെ ജമാഅത്തായി തന്നെ നിർവഹിക്കണം, പള്ളിയിൽ പോയി. അപ്പോൾ അതൊക്കെ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. അപ്പോൾ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമാക്കി, അല്ലെങ്കിൽ അടുത്തൊരു നേതൃത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. 8ാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു നമ്മൾ പഠിക്കേണ്ടത് സമ്പത്ത് കൊണ്ട് ദീനിനെ അങ്ങേയറ്റം സഹായിച്ച വ്യക്തി. പൈസ കൊടുക്കണേ കുറച്ച് ഈമാനൊന്നും പോരാ. വേറെ എന്ത് കാര്യം ചെയ്യാനുള്ള അത്ര ഈമാന്, അതിനേക്കാൾ ഈമാന് വേണം പൈസ കൊടുക്കാൻ. അതുകൊണ്ടാണ് അൽ ഈമാനു, പിന്നെ ഒരു ഹദീസിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും, വാക്കിന് കിട്ടുന്നില്ല. അൽ ഈമാൻ എന്നത് സ്വദഖ എന്നത് തെളിവാണ്, ഈമാന്റെ വിശ്വാസത്തിന് തെളിവാണ്. നല്ല അങ്ങോട്ട് പരലോകബോധം കയറിയവർക്ക് 1000 ഉറുപ്പ്യയും 10000 ഉറുപ്പ്യൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് കൊടുക്കാൻ കഴിയുള്ളൂ. മറ്റേത് 10 ഉറുപ്പ്യേനെ മോളിക്കട്ട് പോകുമ്പോഴത്തേനൊരു ഇങ്ങനെ ഒരു ഇടങ്ങാറുണ്ട് വരും. ഒരു 50 ഉറുപ്പ്യൊക്കെ ഒരു സ്വതക്കം കൊടുക്കാറ് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരും. ഒരു 10, 20, 30, 50 വരെയൊക്കെ നോക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരു 1000, 2000, 5000, 10000 ഒക്കെ സ്വതക്കം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സംഭവം നമ്മൾ പഠിക്കേണ്ട എന്തായാലും തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭം. തബൂക്ക് യുദ്ധം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തായാലും ഈ തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വേനൽക്കാലത്ത്, ചൂട് എന്ന് പറഞ്ഞാൽ കഠിനമായ ചൂടുള്ള ഒരു കാലഘട്ടത്തിലാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. ഈ തബൂക്ക് യുദ്ധം മാത്രമല്ല, ആ യുദ്ധത്തിന് പോയാൽ ഇവിടെ വിളവെടുപ്പ് വരാൻ പോവാണ്. ഇത് മദീനയിൽ ഈത്തപ്പഴത്തിൻ്റെ വിളവെടുപ്പ് നടക്കാൻ പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ യുദ്ധത്തിന് പോയാൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഏകദേശം ഒരു 10-700 കിലോമീറ്ററോളം അകലം സഞ്ചരിക്കണം. ഭയങ്കര കഠിനമാണ്, ചൂടാണ്, അതികഠിനമായ ചൂടാണ്. സാമ്പത്തികമായി ഭയങ്കര ഞെരുക്കള കാലമാണ്. മാത്രമല്ല അവനവൻ്റെ കൃഷിയും വിളവെടുപ്പും ഒക്കെ വരാൻ പോകുന്ന ഒരു സമയമാണ്. യുദ്ധത്തിന് പോയാൽ ഇത് നഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരാൾക്ക് പിന്മാറണമെങ്കിൽ, കുറച്ചൊരു വിശ്വാസം കുറവുണ്ടെങ്കിൽ പിന്മാറാൻ എല്ലാ സിറ്റുവേഷനുള്ള ഒരു കാലഘട്ടത്തിലാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. പക്ഷേ അവിടെ തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ വീട്ടിലുള്ളതൊക്കെ ആ ഒരു ചരിത്ര സംഭവം നമുക്ക് കറക്റ്റ് ഉമർ റളിയല്ലാഹുവിൻ്റെയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും മത്സരമായി നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, എന്നാൽ പോലും ഹദീസ് ഞാനെന്ന് പറയാം. ഉമർ റളിയല്ലാഹു പറയാണ്, ഫജിഅ്തു ബിനിസ്ഫി മാലി. റസൂൽ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി എല്ലാവരും സമ്പത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഓൾറെഡി ഭയങ്കര ക്ഷാമമുള്ള കാലഘട്ടമാണ്, ഭയങ്കര പ്രശ്നമുള്ള സാമ്പത്തികമായി ഒന്നുമില്ലാത്ത കാലഘട്ടമാണ്, വേനലാണ്, കഠിനമായ ചൂടാണ്, ഒക്കെയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് പരമാവധി സ്വത്ത് കൊണ്ടുവരി എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫജിഅ്തു ബിനിസ്ഫി മാലി,
ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതി കൊണ്ടുവന്നു. ഇതൊക്കെ പറയുമ്പോൾ നീ ഉമർ റളിയല്ലാഹു അൻഹു ഫുള്ളാ കൊണ്ടുവന്ന് നമുക്കറിയാം അല്ലേ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതമൊക്കെ തോന്നും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഫുള്ള് സ്വത്ത് കൊടുത്തല്ലേ എന്നൊക്കെ അത്ഭുതം തോന്നും. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആലോചിച്ചു നോക്കി നിങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ പോയി ഒരു 16 ഉറുപ്പിക എടുക്കുക, ഒരു അത്യാവശ്യം വന്ന് 5000 രൂപ ഒരു സൽക്രമത്തിലേക്ക് ഇപ്പോൾ സ്വതക്ക കൊടുക്കണം എന്ന് പറഞ്ഞാൽ 16 ഉറുപ്പിക അക്കൗണ്ടിൽ ആകില്ല. ഒരു 100-500 വരെയൊക്കെയാണെങ്കിൽ ഓക്കെ. അതിൻ്റെ പകുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. നമ്മുടെ വീട് അല്ലെങ്കിൽ നമുക്കുള്ളൊരു 10 സെന്റ് സ്ഥലം, 1 ഏക്കർ സ്ഥലം, അതിന് പകുതി ഇപ്പോൾ ഒരു അത്യാവശ്യമായി ദീനീ കാര്യത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയും. ഉമർ റളിയല്ലാഹുവിന്റെ കാര്യം ആലോചിച്ച് നമുക്ക് കഴിയില്ല. പിന്നെയാണ് അബൂബക്കർ റളിയല്ലാഹു എന്താ ചെയ്യുന്നത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് റസൂൽ ചോദിക്കുകയാണ്, മാ അബ്ഖൈത ലി അഹ്ലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താ ബാക്കിയാക്കിയത്? ഖുൽതു മിസ്ലഹു, ഇതുപോലെ ഒരു പകുതി ബാക്കിയുണ്ട്, ബാക്കി പകുതി എൻ്റെ സമ്പത്തിന്റെ മുഴുവൻ പകുതി ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഉമർ റളിയല്ലാഹു പറഞ്ഞു. വജാഅ അബൂബക്കറിൻ ബികുല്ലി മാ ഇൻദഹു, അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു വരുന്നത്. ഇപ്രാവശ്യമെങ്കിലും അബൂബക്കർ റളിയല്ലാഹു തോൽപ്പിക്കണം എന്ന് വിചാരിച്ചാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ വജാഅ അബൂബക്കറിൻ ബികുല്ലി മാ ഇൻദഹു, അദ്ദേഹത്തിന്റെ അടുത്തുള്ള മുഴുവൻ സമ്പത്തും കൊണ്ടാ വരുന്നത്. ഖാല അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ബാക്കിയാക്കിയത് റസൂലിനെയും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ്. ബാക്കിയെല്ലാം വീട്ടിൽ അടിച്ച് തൊളിച്ചു കൊണ്ടുവന്നു. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. നമുക്ക് കഴിയും എന്തെങ്കിലും ഒരു അനിവാര്യമായ ഒരു ദീനി സിറ്റുവേഷൻ വന്നാൽ പോലും നമ്മൾ വീടും സ്വത്തും പറമ്പും കയ്യിലുള്ള ആഭരണങ്ങളും ബാങ്കിലുള്ള ബാലൻസും മുഴുവനായി കെട്ടിപ്പൂട്ടി കൊണ്ടുവന്ന് ദീനി മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയും. ആലോചിച്ച് നോക്കി. അതാണ് ഇവിടെ ആര് ചെയ്യുന്നത്? അബൂബക്കർ റളിയല്ലാഹു. മാത്രമല്ല അവിടെ പിന്നെ ഉമർ റളിയല്ലാഹു പറഞ്ഞു നിർത്തുന്നുണ്ട്. ഖുൽതു, ഞാൻ പറയാണ്, അഥവാ ഉമർ റളിയല്ലാഹു പറയാണ്, വല്ലാഹി ലാ അസ്ബിഖുഹു ഇലാ ഷൈഇൻ അബദാ, അല്ലാഹുവാണ് സത്യം. ഉമർ റളിയല്ലാഹു പറയുന്ന ഒരു വാചകമാണ്, അല്ലാഹുവാണ് സത്യം. വല്ലാഹി ലാ അസ്ബിഖുഹു ഇലാ ഷൈഇൻ അബദാ, എനിക്കൊരിക്കലും തന്നെ അബൂബക്കർ റളിയല്ലാഹു പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇതോടുകൂടി കൂടുതൽ ബോധ്യമാണ്. സമ്പത്തിന്റെ പകുതി കൊടുത്തപ്പോൾ റസൂൽ ഉമർ റളിയല്ലാഹു എന്തൊക്കെ എഴുതിയത്? ഇപ്രാവശ്യം ഞാൻ ജയിച്ചിട്ടുണ്ടാവുന്ന കരുതിയത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്ത് മുഴുവനും കൊടുത്തപ്പോൾ അവിടെയും ഉമർ റളിയല്ലാഹു തോൽക്കല്ല, ഒരു നന്മയിലുള്ള മത്സരമാണത്. നോക്കൂ, അവിടെ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് സൂറത്തുൽ ലൈലിലെ 92-ാമത്തെ അധ്യായം സൂറത്തുൽ ലൈലിലെ ഈ വചനങ്ങൾ എന്നത് നമുക്ക് കാണാം. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. അവസാനത്തെ ആയത്ത് എന്താ? വലസൗഫ യർദാ. അല്ലേ, ഈ ആയത്തുണ്ടല്ലോ, ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വസയുജന്നബുഹൽ അത്ഖാ, ആരാണ് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുക? തഖ്വയുള്ള ആൾക്കാരാണ്. അല്ലദീ യുഅ്തി മാലഹു യതസക്ക, അവർ സ്വയം പരിശുദ്ധി നേടുവാനായി അള്ളാന്റെ മാർഗത്തിൽ നൽകിയ ആൾക്കാരാണ്, ധനം കൊടുത്ത ആൾക്കാരാണ്. വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, തിരിച്ചൊരു ഉപകാരം പ്രതീക്ഷിച്ചിട്ടല്ല അവരൊന്നും ചെയ്യണത്. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു മനുഷ്യന് കൊടുക്കുമ്പോൾ ഒരു താങ്ക്സ് എങ്കിലും പ്രതീക്ഷിക്കൂലേ? നമ്മളൊരു 10 റുപ്യ ഒരാൾക്ക് കൊടുത്തിട്ടേ ഒരു താങ്ക്സോ ഒരു പുഞ്ചിരിയെങ്കിലും സമ്മാനിക്കാതെ ഒരാൾ കടന്നു പോയാൽ നമുക്കൊരു പ്രയാസം തോന്നും. പക്ഷേ ഇവരൊന്നും കൊടുക്കുന്ന എന്തല്ല, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ബിത്തിഗാഅ വജ്ഹി റബ്ബിൽ അഅ്ലാ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്താണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം, എന്താ, നമ്മളൊക്കെ സ്വതക്ക കൊടുക്കുന്നിടത്ത് എവിടെ ഉണ്ട്? നമ്മളൊക്കെ സ്വതക്ക, നമ്മളടുത്ത് പൈസ ഇല്ല, നമ്മൾ പഠിക്കുന്ന ആൾക്കാർ സ്റ്റുഡൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ പിന്നെ എന്തെങ്കിലും ചായ കുടിക്കാനും ഒക്കെ ഒരു പോക്കറ്റ് മണിയൊക്കെ ഉള്ള ആളുകൾ തന്നെയാണല്ലോ. ഒരു 5 രൂപയോ 10 രൂപയൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ സ്വതക്ക കൊടുക്കുക. നമ്മുടെ അടുത്ത് എത്രയാണുള്ളത് അതിനനുസരിച്ച് നമ്മൾ സ്വതക്ക കൊടുക്കാറുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കാം. ഞാൻ അതിൻ്റെ അവസാനത്തിലേക്ക് വരും. 9-ാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ അതിലൊന്ന് കടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആ സ്ഥാനത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ്. മാത്രമല്ല റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കാൻ തൗഫീഖ് കിട്ടിയ ആളാണ്. ആര് അയാൾക്കൊന്ന് പറഞ്ഞു, ആരാണ്? ഇന്ത്യയിലല്ലാത്തൊരു ശബ്ദം കേൾക്കുമ്പോൾ എനിക്കൊരു ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഞെട്ടി എണീക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടോ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തെക്കുറിച്ചൊരു 10 ഫضലുകൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ പലതും നമുക്ക് ഒരു 10 കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ മാതൃകയാക്കേണ്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലേക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ, അദ്ദേഹം
വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിലാണ്. റസൂൽ ഏത് വയസ്സിലാണ് വഫാത്തായത്? 63-ൽ തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഉത്തരം കിട്ടും. അതെന്താണ്? എത്ര വർഷമായിരിക്കും പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തിട്ടുണ്ടാവുക? എത്ര വർഷം ഖലീഫ ഉണ്ടാവുക? 2.5 കൊല്ലം. കാരണം 2.5 വർഷം ഇളയതാണല്ലോ, ഓർമ്മല്ലേ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാം. അപ്പോൾ ഹിജ്റ 13 63-ാമത്തെ വയസ്സിലാണ് മദീനയിൽ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ രോഗം കഠിനമായ സന്ദർഭത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഏകദേശം അദ്ദേഹം വഫാത്താകുന്നതിൻ്റെ 15 ദിവസം മുമ്പ് അടുത്ത ഖലീഫ ആരായിരിക്കണം എന്ന ചർച്ച സഹാബികളോട് നടത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഷൂറകൾ കാണാൻ പറ്റും, ചർച്ച. അതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഇവരൊക്കെ എത്ര ഫضലുള്ള മഹത്തുക്കളാണ്. റസൂലൊക്കെ വഹയുള്ള റസൂലാണ് അല്ലേ, നബിയാണ്. എന്നിട്ട് പോലും പല കാര്യങ്ങളും ഷൂറ ചെയ്യും. കൂടിയ ആലോചനയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മളെത്ര വിവരമുള്ള ആളാണെങ്കിലും, നമ്മളെത്ര ഭയങ്കര സംഭവമാണെങ്കിലും ഒന്ന് കൂടി ആലോചിക്കുക. നമ്മളെ കൂടെയുള്ള ആൾക്കാരോട് ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ഒരു ബറക്കത്ത് കിട്ടാനുള്ള ഒരു പ്രധാന കാരണം. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് കാണാൻ പറ്റും. റസൂൽ പോലും അങ്ങനെ നിർവഹിച്ചിരുന്നു, അറിയില്ലേ? അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷൂറയുടെ പ്രാധാന്യം, കൂടിയ ആലോചനയുടെ പ്രാധാന്യം. എന്നിട്ട് അദ്ദേഹം ചർച്ചയാണ്. മുതിർന്ന സഹാബിയായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് അടുത്ത ഖലീഫയായി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ആരാ ചോദിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം വലിയ ശ്രേഷ്ഠതകളുള്ള വ്യക്തിയാണ്. ആര്? ഉമർ, സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് അല്പം കാർക്കശ്യം കൂടുതലാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാലോ. അദ്ദേഹം അല്പം കാർക്കശ്യമുള്ള ആളാണ് എന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നത്, അത് ഞാനും നബിയും ഉള്ളപ്പോൾ മാത്രമാണ്. അത് നമ്മൾ ചരിത്രത്തിൽ പിന്നെ കാണുന്നുണ്ട്. ആ ഖലീഫയാക്കി മാറ്റിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രത്തോളം ഡൗൺ ടു എർത്തായി നമുക്കറിയാലോ, അല്ലേ? അറിയില്ലേ? തൻ്റെ പ്രജകൾക്ക് വേണ്ടി വേഷം മാറി സഞ്ചരിച്ചതും അതുപോലെ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് കൊണ്ടുപോയതൊക്കെ ചരിത്രത്തിൽ നമുക്ക് വേറെ വായിക്കാം. അപ്പോൾ അത്രത്തോളം അത് അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയാണ്. മാത്രമല്ല പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗാവസ്ഥയിലെത്തിയ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ഉമർ അല്ലെങ്കിൽ പിന്നെ നിങ്ങളായിരിക്കും എൻ്റെ പിൻഗാമി, ഒന്നുകിൽ ഉമർ അല്ലെങ്കിൽ നിങ്ങളായിരിക്കും അടുത്ത ഖലീഫ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ പലരുമായും അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. ഒടുവിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ആ ഘട്ടത്തിൽ വസിയത്തായി അടുത്ത ഖലീഫയെ ആരാണെന്ന് എഴുതാൻ പറയുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ബോധം നഷ്ടമാകുന്നത്. ആ രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് അദ്ദേഹത്തിന് ബോധം നഷ്ടമാകുന്നുണ്ട്. അങ്ങനെ ബോധം വന്ന സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് അടുത്ത ഖലീഫയായി താങ്കൾ വസിയത്തായിട്ട് എഴുതിയത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എഴുതിയത് ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ശരിയാണ്, ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ് താങ്കളും എഴുതി വെച്ചത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്നൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്, നമുക്ക് സമയമില്ലാത്തോട്ട് പോവാണ്. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ച് ആ കാര്യം പറയുന്നുണ്ട്. ഏത് കാര്യം? താങ്കളെയാണ് അടുത്ത ഖലീഫയായി ഞാൻ നിയമിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ 2 പാഠങ്ങളുണ്ട്. ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അടുത്തൊരു ഖലീഫയായി അദ്ദേഹമാണെന്ന് അംഗീകരിക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു ഖലീഫ, ഭരണാധികാരി എന്ന നിലക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൃത്യമായി പറയുമ്പോൾ അവസാനം ഉമർ റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുക്കുകയാണ്. 2 പാഠങ്ങളുണ്ട്. ഒന്നൊരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള അധികാരങ്ങളും മറ്റുമൊന്നും ആഗ്രഹിക്കരുത്. പ്രത്യേകിച്ച് മതപരമായ ഉത്തരവാദിത്തങ്ങളൊന്നും ആഗ്രഹിച്ച് നേടാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ആരെങ്കിലുമൊക്കെ ആ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നമ്മളെ കൃത്യമായി ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റെടുക്കുകയും ഭംഗിയായി നിർവഹിക്കുകയും വേണം. ഈ 2 പാഠങ്ങൾ അവിടെ നമ്മൾ വായിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അടുത്ത ഖലീഫയെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മാത്രമല്ല അദ്ദേഹം മറ്റൊരു വസിയത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ഭാര്യയായിട്ടുള്ള അസ്മ റളിയല്ലാഹു അൻഹയോട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വസിയത്ത് നൽകുന്നുണ്ട്. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അവർ തന്നെയാണ് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുളിപ്പിക്കുന്നത്. മാത്രമല്ല സഹായിയായി തൻ്റെ മകനോട് കൂടാൻ വേണ്ടി, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ എന്ന തൻ്റെ മകനോട് കൂടാൻ വേണ്ടി, സഹായിയായി കൂടാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ, നമുക്കൊക്കെ ഒരു വൈഫ് ഉണ്ടായി, നമ്മളൊക്കെ ഒരു മാരീഡ് ലൈഫിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഒരു പാർട്ട്ണർ ആയിരിക്കണം നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്നതൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഈമാനിക ബോധമുള്ള, അതിനുള്ള തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയൊക്കെ മരണപ്പെട്ട് കിടക്കുമ്പോഴും ആ മയ്യത്ത് കുളിപ്പിക്കാനുള്ള ഒരു ഈമാനിക ശക്തിയുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കുമോ? അവരെ ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ അവരെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക, അവരെയാണ് നമ്മൾ വസിയത്ത് ചെയ്യുക എന്നതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ അദ്ദേഹം അതേപോലെ മകൻ്റെ കാര്യം, നമുക്കൊക്കെ ഉണ്ടാകുന്ന മക്കൾ നമ്മുടെ
ഇത് കുളിപ്പിക്കാൻ. നേരെ തിരിച്ചു ആലോചിക്കാം, നമുക്കൊരു ഉപ്പയുണ്ട്, ആ ഉപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നമുക്ക് കഴിയും, എനിക്ക് കഴിയോ, നിങ്ങൾക്ക് കഴിയോ എന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ഘട്ടമാണ്. മാത്രമല്ല അദ്ദേഹം അവസാനമായി മരണസമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ആരെ പ്രാർത്ഥിക്കണോ? നമുക്കൊക്കെ കുറച്ചൊക്കെ ഒന്ന് സിയാരി ക്ലാസ്സിൽ പങ്കെടുത്താൽ, ഞാൻ നിങ്ങളുടെ കാര്യമുണ്ടോ, എൻ്റെ കാര്യം പറയുന്നത്, നമ്മൾ കുറച്ചൊക്കെ ഈ രംഗത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നാം കുഴപ്പമുണ്ടാവില്ലല്ലേ, നമ്മളൊക്കെ സ്വർഗത്തിലാവാൻ ഏകദേശം ഒരു ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ സറൗണ്ടിങ്സിലൊക്കെ നോക്കുമ്പോൾ അത്ര വലിയ ആൾക്കാരൊന്നും കാണുന്നില്ല, നമ്മളൊക്കെ ഏകദേശം ഓക്കെ ആണല്ലോ, നിസ്കാരമൊക്കെ ഉണ്ട് എന്നാണ് പലപ്പോഴും ശൈത്വം നമ്മളെ തോന്നിപ്പിക്കുക. അങ്ങനെയല്ല, മുൻഗാമികളെ ചരിത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരൊക്കെ അവസാന സമയത്ത് പ്രാർത്ഥിച്ചെന്താ, തവഫനി മുസ്ലിമ, അല്ലാഹുവേ മുസ്ലിമായി മരിപ്പിക്കണേ. അവസാന സന്ദർഭത്തിലേ സ്വാലിഹ്യങ്ങൾ ചേർക്കണേ. ഇതാണ് അവരുടെയൊക്കെ ഒരു ഭയങ്കര ബേജാറും പേടുന്നത്. നമുക്ക് ചില സമയത്തൊക്കെ ഒരു ഭയങ്കര റിലീഫാണ്, നമ്മൾ കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അത് ശൈത്വാൻ്റെ തോന്നിപ്പിക്കലാണ്. എപ്പോഴും നമ്മൾ കൂടുതൽ ബെറ്റർ ആവാണ്ട് മരിക്കുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് പോലും ഒരു പക്ഷേ ശൈത്വാൻ വന്ന് നമ്മുടെ ഈമാൻ റാഞ്ചിയെടുക്കാം, ശിർക്കിലേക്ക്, കുഫറിലേക്ക്, ബിദ്അത്തുകളിലേക്കൊക്കെ പോകാം എന്നുള്ള പേടിയാണ് എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊക്കെ അതിന് ഭയങ്കര സേഫാണ് എന്ന് ആരും വിചാരിച്ചു പോകരുത് എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം വഫാത്താവുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതേത് ദിവസമാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് തിങ്കളാഴ്ചയാണ് എന്ന് കൂടെയുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വഫാത്തായത് തിങ്കളാഴ്ച ദിവസമാണ്. പിന്നെ അദ്ദേഹം, ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങളെ എത്രയും പെട്ടെന്ന് മറമാടണം എന്ന് വസിയത്ത് നൽകുന്നുണ്ട്. അതും ഒരു പാഠമാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മറമാടുക, ഖബറിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിങ്ങനെ കുറേ സമയം ദീർഘിപ്പിക്കുക എന്നത് ഇസ്ലാമികമായ മര്യാദയല്ല. അങ്ങനെ അദ്ദേഹം ആ തിങ്കളാഴ്ച ദിവസം മരണപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ അദ്ദേഹത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ നമുക്കറിയാലോ അല്ലേ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ വീടിൻ്റെ ഒരു മുറിക്കുള്ളിൽ, അവിടെ അതിന് തൊട്ടരികയായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും മറമാടുകയാണ്. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരു ചരിത്രം. അതിൽ നിന്ന് ഏകദേശം ചില പാഠങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കണം എന്താ അറിയോ, ഇവരൊക്കെ വെച്ചിട്ട് ഇവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പോകാനുള്ളത് എന്നിട്ട് നമ്മൾ നിരാശപ്പെടണ്ട. ഇവരെ പോലും നമുക്ക് ആകാൻ കഴിഞ്ഞില്ലെങ്കിലും റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, റബ്ബിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ സ്വർഗത്തിലെത്താൻ കഴിയും. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര പരിശ്രമം ഇതുപോലുള്ള നല്ല സദസ്സുകളിൽ ഇരിക്കുകയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്താൽ റബ്ബ് തീർച്ചയായിട്ടും ഗഫൂറാണ്, റഹ്മാനാണ്, റഹീമാണ്. അതൊക്കെ പോസിറ്റീവായി നമ്മൾ ചിന്തിക്കുക. അതോടൊപ്പം തന്നെ റബ്ബ് എന്താണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, റബ്ബ് നരകത്തെ ഒരുക്കി വെച്ചവനാണ്. ഇതൊക്കെ നമുക്ക് ഒരു ഭാഗത്ത് പേടിയും ഒരു ഭാഗത്ത് പ്രതീക്ഷയും, ഇത് രണ്ടും ഖൗഫും റജാവും കൂടി കൂടുമ്പോഴാണ് തഖ്വയും ഈമാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ നിലക്ക് കൃത്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇനി ഇതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, സ്വഹാബത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ, മുൻഗാമികളിൽപ്പെട്ട സലഫ് സ്വാലിഹകളെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, നമുക്കൊരു ഈമാൻ കൂടും. അപ്പോൾ പഠിക്കുക എന്നുള്ളതാണ് ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു പ്രധാന കാരണം, ഒരു പ്രധാന നിമിത്തം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കൂടുതൽ പഠിക്കുക, അതേപോലെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടി ചെയ്യുക. വെറും പഠനം മാത്രമല്ല, നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ ദിക്റുകളിലും ദുആകളിലും നമ്മുടെ സ്വലാത്തുകളിലും ഒക്കെ നമുക്ക് വർധനവുണ്ടാകാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സത്യവിശ്വാസികളായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ ക്യാമ്പസുകളിൽ മറ്റൊരുപാട് തരത്തിലുള്ള കൾച്ചറുകളെ, ഒരുപാട് തരത്തിലുള്ള ആശയങ്ങളൊക്കെ കാണുമ്പോൾ ദീനുൽ ഇസ്ലാമാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ അല്ലാഹും റസൂലും പറഞ്ഞതാണ് ഏറ്റവും ഉന്നതമെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. അവിടെ മറ്റു പല ആശയങ്ങളെയും വിസങ്ങളെയും ഒക്കെ നമ്മൾ കാണും. അവിടെയൊക്കെ അതിനേക്കാൾ ഉന്നതം അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ഇസ്ലാമാണ്, ദീനുൽ ഇസ്ലാമാണ് എന്ന ഉന്നതമായ ഔന്നിത്യ ബോധത്തിലേക്ക്. അതാണ് നേരത്തെ പറഞ്ഞത്, കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ. എന്താണ്? അള്ളാഹിന്റെ കലിമത്തുണ്ടല്ലോ, വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, സൂറത്ത് തൗബയിലായ. അതായിരിക്കും എപ്പോഴും ഉന്നതം. അല്ലാന്ന് ചില സമയത്തൊക്കെ നമുക്ക് തോന്നിയാലും ഇല്ലെങ്കിലും ശരി, അതായിരിക്കും ഉന്നതം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ദീനിൽ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.